Hello friends, എല്ലാവർക്കും എൻ്റെ കപിൽ കൃഷ്ണൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി എൻ്റെ വീഡിയോ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇങ്ങനെയാണ് സിമ്പിളായിട്ട് ഒരു wordpress ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ലോക്കൽ ഹോസ്റ്റ്. നമുക്കൊന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് wordpress.org എന്ന വെബ്സൈറ്റിലോട്ട് friends download WordPress. Download WordPress 5.3. പിന്നെ നമ്മൾ പോകേണ്ടത് നമ്മളിവിടെ സാമ്പിൾ ലോക്കൽ ഹോസ്റ്റ് എവിടെയാണ് ലോക്കൽ സെർവർ എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഫയലിലോട്ടേക്ക് പോകുക. സാമ്പിൾ നെക്സ്റ്റ് ഡോക്സ് folder create. Example name കൊടുത്തു. Then go to download ചെയ്ത WordPress ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഫോൾഡറിലോട്ട് പേസ്റ്റ് ഈ ഫയലിനെ എക്സ്ട്രാക്ട് ചെയ്യാം. Then നമ്മുടെ സാം കൺട്രോൾ പാനലിൽ ഓപ്പൺ ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുക. അപ്പാച്ചി സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് അടുത്തതായി പോസ്റ്റ് നമ്മുടെ ഈ റൂട്ട് ഫയൽ കൊടുത്തിരിക്കുന്ന ഫോൾഡർ നെയിം ഇവിടെ കൊടുക്കാം. അപ്പോൾ അടുത്തതായി WordPressന്റെ
settings open language English United States English click continue come then let's go നമ്മുടെ database name അപ്പോൾ നമ്മൾ സാമ്പിൾ പോവാം ഇവിടെ admin ക്ലിക്ക് ചെയ്യുക ലോക്കൽ ഹോസ്റ്റ് HP my admin ആണ് ഒരു ലിങ്കിലോട്ട് വരുമ്പോൾ അപ്പോൾ നമ്മളിവിടെ database ക്രിയേറ്റ് ചെയ്യാം എക്സാമ്പിളായിട്ട് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഡാറ്റാബേസ് ഈ നെയിം നമ്മളോട് ഡാറ്റാബേസ് കൊടുക്കണം നമുക്കിപ്പം യൂസർ നെയിം ആയിട്ട് നമുക്ക് എക്സാമ്പിൾ കൊടുക്കണം പാസ്വേഡ് കൊടുക്കണമെന്നില്ല എനിക്ക് ഡാറ്റാബേസ് ലോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ലോസ്റ്റ് ആണ് ചെയ്യുന്നത് അപ്പം ലോക്കൽ ഹോസ്റ്റ് കൊടുക്കാം ഇവിടെ ഇപ്പം ടേബിൾ പ്രിഫിക്സ് എന്ന് പറയുന്നത് ടേബിൾ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസിൻ്റെ ഇവിടെ ഇപ്പം പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ടേബിളിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പ്രിഫിക്സ് സബ്മിറ്റ് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇൻസ്റ്റാളേഷൻ കൊടുക്കാം നമ്മുടെ wordpress വെബ്സൈറ്റിൻ്റെ സൈറ്റ് നെയിം ഇവിടെ കൊടുക്കാം എക്സാമ്പിളായിട്ട് പാസ്വേഡ് ഈ പാസ്വേഡ് നമ്മൾ കോപ്പി ചെയ്ത് വെക്കാം ലോഗിൻ ചെയ്യുന്ന ടൈമിൽ പാസ്വേഡ് ചോദിക്കാം നെക്സ്റ്റ് ഇവിടെ റിക്കവറി ആയിട്ട് നമ്മുടെ ഇമെയിലേക്ക് കൊടുക്കാം install WordPress. ലോഗിൻ കൊടുക്കുമ്പോൾ നമ്മൾ WordPress ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവിടെ ചോദിച്ച് ഇൻസ്റ്റാൾ ചെയ്യും അപ്പോൾ അവിടെ നമ്മൾ നമുക്ക് പാസ്വേഡ് സേവ് ചെയ്യുന്നു പാസ്വേഡ്